ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമാണ്. ആ ഒരു മനോഭാവത്തോടുകൂടി നാം ദൈവവചനം പഠിക്കുകയും വായിക്കുകയും പഠിക്കുവാനും പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 18 വാക്യങ്ങളാണ് ഈ സുവിശേഷത്തിന്റെ മുഖവുരയാണ്. 19 തൊട്ട് 34 വരെയുള്ള വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ കോപ്പി ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷയാണ്. ഒരംശം പോലും തന്നെ ഉയർത്താതെ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ താൻ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. 35 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം കേട്ട് തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേർ യേശുവിനെ അനുഗമിക്കുന്നു. അതിൽ ഒരാൾ അന്ത്രയോസ് ആണെന്ന് 1:40 നാം വായിക്കുന്നു. മറ്റേയാൾ എഴുത്തുകാരനായ യോഹന്നാൻ ആണെന്ന് നമുക്കറിയാം. കാരണം അപ്പോൾ 10-ാം മണി നേരമായിരുന്നു എന്ന് എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആൾ എഴുത്തുകാരനായ യോഹന്നാൻ ആണെന്ന് നമുക്കറിയാം. യോഹന്നാൻ ചെന്ന് തന്റെ സഹോദരനായ യാക്കോബിനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ അന്ത്രയോസും തന്റെ സഹോദരനായ ശിമോനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് കൊണ്ടുവരുന്നു. ഞാനതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 41-42 വാക്യങ്ങൾ വായിക്കുന്നു. അന്ത്രയോസ് തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. കേഫ എന്ന പദത്തിന്റെ അർത്ഥം പാറ എന്നാണ്. അതായത് ശിമോൻ പാറ എന്നർത്ഥമുള്ള പത്രോസായി മാറ്റുകയാണ്. ശിമോനെ കുറിച്ച് യേശുവിന്റെ സ്വപ്നം മുഴുവനും ആ പേരിൽ അടങ്ങിയിട്ടുണ്ട്. കൈസരിയിൽ വെച്ച് പത്രോസിനോട് കർത്താവ് പറയുകയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ്. അവിടെ വെച്ച് തന്നെ യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന്. യേശുവിന്റെ അടുക്കൽ എത്തുന്ന ഒരുവനെ എന്താക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. എന്നാൽ 3.5 വർഷത്തിന് ശേഷം യേശു പത്രോസിനെ വിളിക്കുന്ന പേര് നാം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലുണ്ട്. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തന്റെ പഴയ പണിയായ മീൻപിടുത്തത്തിലേക്ക് പോയ പത്രോസിനെയും കൂട്ടരെയും ഗലീലക്കടലിന്റെ തീരത്ത് വെച്ച് യേശു അഭിമുഖീകരിക്കുന്ന സമയത്ത് 3 പ്രാവശ്യം യേശു അവനെ വിളിക്കുന്നത് യോഹന്നാന്റെ മകനായ ശിമോനെ എന്നാണ്. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച കാര്യമാണിത്. യോഹന്നാന്റെ മകനായി തന്റെ മുന്നിലേക്ക് അന്ത്രയോസ് കൊണ്ടുവന്ന അവനെ ഒരുപാട് സ്വപ്നം കണ്ട യേശു അവനെ പത്രോസ് എന്ന് വിളിക്കുകയും തന്റെ പരശുശ്രൂഷ സമയത്ത് പല പ്രാവശ്യം അവനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടും അവസാനം യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുകയും തന്റെ പഴയ പണിയിലേക്ക് മടങ്ങിപ്പോയ പത്രോസിനെ 3.5 വർഷത്തിന് ശേഷം യേശു വിളിക്കുന്നത് ശിമോനെ എന്ന് തന്നെയാണ്. ശിമോന്റെ പേര് ആദ്യം ശിമോൻ കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ ശിമോന്റെ പേര് പത്രോസ് എന്ന് മാറ്റിയതാണ്. എന്നാൽ 3.5 വർഷത്തിന് ശേഷം വീണ്ടും കർത്താവ് വിളിക്കുന്നത് ശിമോനെ എന്ന് തന്നെയാണ്. ഞാൻ പറയും, ശിമോൻ പത്രോസ് ആകും, അല്ലെ പത്രോസ് ആകണമെന്ന് പ്രതീക്ഷിച്ച യേശു അവന്റെ പ്രതീക്ഷയ്ക്കൊത്ത് പണ്ടാത്തത് അതുകൊണ്ടാണ് അവന്റെ പഴയ പേരായ ശിമോൻ എന്ന് തന്നെ വിളിച്ചത്. ആ വിളി നമുക്ക് ഒരു വെല്ലുവിളിയാകാം. പൗലോസ് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച ദൈവം ഇന്ന് നമ്മെ നോക്കി എന്ത് മാറ്റമാണ് നമ്മിൽ വന്നിട്ടുള്ളത് എന്നും ഇന്നും മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിൽ നമ്മെ എന്ത് പേർ വിളിക്കും എന്നും നാം പരിശോധന നടത്തേണ്ടതാണ്. ശിമോന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ശിമോനെ കർത്താവ് രൂപപ്പെടുത്തി എടുത്തു. ശിമോൻ അവസാനം പെന്തക്കോസ്ത് ദിവസം താൻ എഴുന്നേറ്റ് ആത്മനിറവോടുകൂടി നിൽക്കുമ്പോൾ കർത്താവിനെ ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് ശിമോൻ വന്നതായി നാം കാണുന്നു.
പിൽക്കാലങ്ങളിൽ ശിമോനെ കർത്താവ് രൂപപ്പെടുത്തിയെടുത്തു. നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. നമുക്കും ഓരോരുത്തർക്കും ബലഹീനതയുണ്ട്. എന്നാൽ ആ ബലഹീനതയ്ക്ക് അപ്പുറമായി നമ്മെ ആരാക്കി തീർക്കാം എന്ന് കർത്താവിനറിയാം. താൻ ആ പ്രോസസ്സിലാണ്. ആ പ്രോസസ്സിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചാൽ ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് നാം വരും. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 തൊട്ട് 42 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ ചില ശിഷ്യന്മാരെ കുറിച്ചാണ് നാം കാണുന്നത്. ഈ യേശുവിന്റെ ശിഷ്യന്മാർ ആദ്യം യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. ഇവർ യേശുവിന്റെ അടുക്കൽ വന്നു. ഒറ്റ ദിവസം കൊണ്ട് യേശുവിന്റെ ശിഷ്യന്മാരായതല്ല. യേശുവിനെ അനുഗമിക്കാൻ അവർ തീരുമാനിച്ചു. ആ യേശുവിന്റെ കൂടെ നടന്ന് ശിഷ്യന്മാർ എന്ന പദവിയിലേക്ക് എത്തുകയാണ്. അത് ഒരു പ്രോസസ്സിൽ കൂടിയാണ് പോകുന്നത്. യേശുവിന്റെ കൂടെ നടക്കുക എന്നതാണ് ആ പ്രോസസ്സ്. നമുക്കും കർത്താവിനെ അനുഗമിക്കാൻ നമ്മെ തന്നെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ. ആമേൻ.